പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തൃശ്ശൂർ അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന അസീസി പ്രയർ ടീം 12 വർഷമായി തിരുക്കുടുംബ ധ്യാനം നടത്തുന്നു. 10 വർഷം താമസിച്ച് ധ്യാനം നടത്തി 2 വർഷമായിട്ട് ഷെക്കൈന ടി വിയിലൂടെ നടത്തപ്പെടുന്നു. ഷെക്കൈന ടി വിയുടെ എല്ലാ പ്രവർത്തകരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ 3 ദിനങ്ങളിലായിട്ട് നടത്തപ്പെടുന്ന ഈ തിരുക്കുടുംബ ധ്യാനം, ഇന്ന് ഈ വർഷത്തെ ധ്യാനത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ടീമിനായി നൽകിയ വചനമുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വാക്യം, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രളയം നമ്മയൊക്കെ തകർത്തു. കൊറോണ മഹാമാരി അതിലേറെ നമ്മെ തകർത്തു. എത്രയൊക്കെ തടസ്സങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിലും ദൈവം നമ്മെ പരിപാലിക്കുകയായിരുന്നില്ലേ? പല വ്യക്തികളിലൂടെ, പല പ്രസ്ഥാനങ്ങളിലൂടെ, പല കൂട്ടായ്മകളിലൂടെ ദൈവം നമ്മെ വഴി നടത്തി. ആ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക്, ദൈവത്തെ വലിയ പരിപാലനയോർത്ത്, വഴി നടത്തിപ്പിനെ ഓർത്ത് നന്ദി പറയാം, അവിടുത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ 3 ദിനങ്ങളിലായിട്ട് നടത്തപ്പെടുന്ന തിരുക്കുടുംബ ധ്യാനത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും ഇന്നേ ദിവസത്തെ എല്ലാ ശുശ്രൂഷകളുടെ മേലും പരിശുദ്ധാത്മാവൻ വന്നിറയുവാനായിട്ട്, പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം വന്നിറയപ്പെടുവാനായിട്ട് നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം സംബന്ധിക്കുന്ന, ധ്യാനം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അവരവരായിരിക്കുന്ന ഇടങ്ങളിലെ കണ്ണുകൾ അടച്ച് 2 കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അധരം തുറന്ന് മനം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ തിരുക്കുടുംബ ധ്യാനത്തിന്റെ വിജയത്തിന്റെ തടസ്സം നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ദൂഷിതോട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. നല്ലവനായ ദൈവമേ, ഈ ധ്യാനത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അധികാര ശക്തികളും നിർവീര്യമായി പോകട്ടെ. തിന്മയുടെ സ്വാധീനം എല്ലാം നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഈ ശുശ്രൂഷയിലേക്ക് അയക്കണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:7 ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ മേൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ മേൽ നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, വചനം കേൾക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓ ജീസസ്, filled us with your power. ഓ പരിശുദ്ധാത്മാവേ, live inside of me. ശക്തിപ്പെടുത്തണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ.
പറന്നിറങ്ങേണമേ. വചനം കേൾക്കുവാൻ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകത്താൽ എന്നെ ജീസസ്. നിറയ്ക്കണമേ. വെൽക്കം ഹോളി സ്പിരിറ്റ് നിറയട്ടെ എല്ലാവരുടെ മേലും. അഗ്നിയും നീയേ, ശക്തിയും നീയേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് എല്ലാവരും പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ആത്മാവിന്റെ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും അഗ്നിയും നീയേ, എല്ലാവരും വലിയ ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സഹനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടി. വെൽക്കം ഹോളി സ്പിരിറ്റ്. വെൽക്കം ഹോളി സ്പിരിറ്റ്. ആത്മാവേ, We are in your presence. ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. Fill us വചനമായി with your power. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. Live inside of me. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. വലിയ ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ. ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ, ഈ ദിവസങ്ങളെല്ലാം ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം എല്ലാ ഭവനങ്ങളിലും, എല്ലാ ദേശങ്ങളിലും നിറയപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 23:25. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക, അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിന്നിൽ നിന്ന് ഞാൻ രോഗം നിർമ്മാർജ്ജനം ചെയ്യും, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകുമെന്ന്. പ്രിയപ്പെട്ട സഹോദരരെ, വചനം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ജീവിതങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ആവശ്യങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ദുഃഖങ്ങളെ ഞാൻ സന്തോഷമാക്കി മാറ്റും, നിന്റെ രോഗത്തെ ഞാൻ ഉന്മൂലനം ചെയ്യും, നിർജീവമാക്കും, തുടച്ചു മാറ്റുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വചനം പറയാണ്, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. കർത്താവ് തരുന്ന വലിയൊരു വാഗ്ദാനമാണ് നമുക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ, ഒത്തിരി അസ്വസ്ഥത നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, വേദനയും സങ്കടവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവം തരുന്ന വാഗ്ദാനം, നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ജീവിതങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ രോഗങ്ങളെ ഞാൻ സുഖപ്പെടുത്തും, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഒരു മഹാമാരിയോ ഒരു പ്രളയമോ നിന്നെ തൊടുവാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കാണുന്നവരെ, കേൾക്കുന്നവരെ, ഒന്ന് ഓർക്കണം, ഇതിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവിന് വലിയ മഹത്വം ഈ സമയങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. വചനം പറയുന്നില്ലേ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരബലം ഞങ്ങളിൽ പ്രകടമാക്കണമേ. ഈ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെ വളരെ ഭക്തിയോടെ, തീഷ്ണതയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക.
വലിയ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന സമയം. ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിച്ചാൽ ബന്ധനങ്ങൾ വിട്ടുപോകും, കെട്ടുകൾ അഴിയും. ഒന്നോർക്ക, നമ്മുടെ ബന്ധനങ്ങൾ, നമ്മുടെ കെട്ടുകൾ അഴിയണമെങ്കിൽ ദൈവത്തെ ആരാധിച്ചാൽ മതി. രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാം, രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാം. ഈ സമയം എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിയാൻ പോകുന്ന സമയ. നിന്റെ കുടുംബത്തിന്റെ പൂർവികമായുള്ള ശാപം, ബന്ധന കെട്ടുകൾ എല്ലാം അഴിയുന്ന സമയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭവനങ്ങളായിരിക്കുന്ന മക്കൾ, മാതാപിതാക്കൾ, നിങ്ങളെ യാത്രയിലായിരുന്നോട്ടെ, ഇപ്പോൾ വാഹനത്തിലായിരിക്കുന്നവർ അതൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒന്ന് സ്തുതിക്കട്ടെ. ഈ സമയം നിന്റെ ജീവിതത്തെ ദൈവം തൊടുന്ന സമയ, നിന്റെ തടസ്സങ്ങൾ എല്ലാം മാറ്റുന്ന സമയം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച്, കൈകളടിച്ച്, കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ ഈ സമയം. ആഗ്രഹത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് വിടുതലുകൾ സംഭവിക്കുവാൻ, ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ, കെട്ടുകൾ അഴിയാൻ, പാപശാപ ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ എല്ലാവരും ആഗ്രഹിച്ച്, കുടുംബങ്ങൾ ഒന്നടക്കം എല്ലാവരും നിങ്ങളുടെ തകർച്ചകൾ കർത്താവ് ഉയർച്ചകളാക്കി മാറ്റുന്ന സമയം, നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമാക്കി മാറ്റുന്ന സമയം. കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ, എല്ലാവരും ആരാധിക്കട്ടെ, എല്ലാവരും. ഭൂവാസികളെ ആമേൻ. യഹോവയ്ക്കർപ്പിടുവിൻ. യേശുവേ. ഭൂവാസികളെ ആമേൻ. യേശുവെ സ്തുതിച്ചിടുവിൻ. എല്ലാവരും കൈകളടിച്ച് സന്തോഷത്തോടെ വന്നു കൂടുവിൻ. ആമേൻ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ. ആരാധിച്ച് സന്തോഷത്തോടെ വന്നു കൂടുവിൻ. ആമേൻ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ. കൈകളടിച്ച്, കൈകളടിച്ച്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ. ജീസസ്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും. കൈകൾ ഉയർത്തി, ഉയർത്തി അടിച്ച്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളവൻ. എല്ലാവരും. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും. ആമേൻ. കൈകൾ താഴ്ത്തി അടിച്ച് എല്ലാവരും. കുടുംബങ്ങൾ ഒന്നടക്കം ദൈവത്തെ ആരാധിക്കട്ടെ. യഹോവയ്ക്കർപ്പിടുവിൻ. എല്ലാ വേദനകളും കർത്താവ് എടുത്ത് മാറ്റുന്ന സമയം. ഭൂവാസികളെ യേശുവെ സ്തുതിച്ചിടുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയാണ്, സങ്കീർത്തനങ്ങൾ 37:4, നിന്റെ ദൈവമായ കർത്താവിൽ നീ ആനന്ദിക്കുക, നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. ഒരു ആനന്ദത്തിന്റെ നിമിഷങ്ങളാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമതകളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ, കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവത്തിൽ ആനന്ദിക്കുക. നിന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ ആ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത് ആരാധിക്കട്ടെ. ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ച് ആടിപ്പാടി. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. ആമേൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യേശുവേ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. ഓ ജീസസ്. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. ആമേൻ. അവനെ വാഴ്ത്തിടുവിൻ. ആനന്ദത്തോടെ മക്കള്, മാതാപിതാക്കൾ എല്ലാവരും ഒന്ന് ചേർന്ന് അവനെ വാഴ്ത്തിടുവിൻ. കൈകൾ ഉയർത്തി, കൈകളടിച്ച് അവൻ നല്ലവൻ, എല്ലാവരും ആനന്ദത്തോടെ. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും. ആനന്ദിക്കട്ടെ ദൈവത്തിൽ. നല്ലവനല്ലോ, ദയയെന്നുമുള്ള. അവൻ നല്ലവനല്ലോ, സ്തുതി. ആവർത്തിച്ച് പാടിയേ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ള. കർത്താവേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, അവരെ കെട്ടുകൾ അഴിക്കണമേ, എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബങ്ങളിലേക്ക് കർത്താവേ നിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. തകർന്ന കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് നിന്റെ വലത് കരം നീട്ടി ആ മക്കളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. കർത്താവേ, ശക്തിന ടെലിവിഷൻ ന്യൂസിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ. ഓരോ സമയങ്ങളിലും ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൈകൾ കൂപ്പി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഓർക്കുക, ഇന്നത്തെ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയും പ്രൈസ് ആൻഡ് വർഷിപ്പും സാക്ഷി ജീവിതവും ആരാധനയും എല്ലാം ഉണ്ട്. ആരും തന്നെ ഇതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഉണർത്തുന്ന സമയങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ. എല്ലാവരും ഒന്ന് ഭക്തിയോടെ കണ്ണുകളടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളെ അസിസി പ്രെയർ ടീമിനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശുശ്രൂഷയെ അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചല്ലോ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ആത്മാക്കളെ രക്ഷയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഈ ശുശ്രൂഷയിൽ വേദനിച്ച് നിരാശപ്പെട്ട് തകർന്ന ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേ ദിനത്തിൽ വചനം പങ്കുവയ്ക്കുവാനും സൗഖ്യാരാധന നടത്തുവാനുമൊക്കെ കടന്നു വന്നിരിക്കുക ഇപ്പം റെജി കൊട്ടാരം, കോട്ടയം പാല താബോർ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്താണ് വീട്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ കുറേ വർഷം പ്രൊഫസറായിരുന്നു. പിന്നീട് ജോലി രാജിയൊക്കെ വെച്ച് മുഴുവൻ സമയവും യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഇങ്ങനെ കേരളത്തകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെജി കൊട്ടാരത്തിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിനത്തിലെ വചനപ്രഘോഷണവും സൗഖ്യ ആരാധനയും കഴിഞ്ഞ വർഷങ്ങളിലെ തിരുക്കുടുംബ ധ്യാനം സംബന്ധിച്ച് അത്ഭുത രോഗശാന്തി നേടിയ ഏതാനും പേരുടെ സാക്ഷ്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് അപ്പനും അമ്മയും മക്കളും ഒന്നു ചേർന്ന് അവസാനം വരെ ഇത് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മളൊക്കെ ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറുവാനായിട്ട് നല്ല ദൈവം നമ്മെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആത്മാവാം ദൈവമേ
നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഇത് ദൈവത്തിന്റെ സമയമാണ്. കുടുംബങ്ങൾ തിരുക്കുടുംബമാകുന്ന, വേദനകൾ ഒഴുകി മാറുന്ന കാൽവരിയുടെ നാഥന്റെ, ജീവന്റെ ദൈവത്തിന്റെ, മരണത്തെ ജയിച്ചവന്റെ, ലോകത്തിന്റെ ഉടയവന്റെ സമയം. സ്വർഗം അങ്ങ് തുറക്കട്ടെ. ഏലിയായുടെ പുതപ്പ് പോലെ ഒരു വലിയ അഭിഷേകം ഈ തിരുക്കുടുംബ ധ്യാനത്തിൽ ഓരോ കുടുംബത്തിലും ഒഴുകട്ടെ. നിങ്ങളായിരിക്കുന്ന വീടുകളിൽ, സ്ഥലങ്ങളിൽ, നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് കടന്നു വരിക. ബൈബിൾ എടുക്കാം, ഒരു ബുക്ക് എടുക്കാം, ഒരു പേന എടുക്കാം. ഓടി നടന്ന് ഇതെല്ലാം ചെയ്ത് ഇരുകരങ്ങളും മറോട് ചേർത്ത് പിടിച്ച് പപ്പയും മമ്മിയും കുഞ്ഞുങ്ങളും ഒക്കെ ഈ വലിയ ടിവിയുടെ മുമ്പിലേക്ക് കടന്നു വരാം. ഫേസ് ടു ഫേസ്. Anywhere God wants to talk to you. കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് ഇത് അസീസി പ്രയർ ടീമിന്റെ ഒരു ധ്യാനമല്ല, ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്. വേദനിക്കുന്ന നിരവധി പേരില്ലേ? കുഞ്ഞുങ്ങൾ രോഗമായി ബെഡിടനായി കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മച്ചി, വീൽ ചെയറിൽ ഇരിക്കുന്ന ജീവിത പങ്കാളിയെ ചേർത്ത് വെച്ചിരിക്കുന്ന അല്ലയോ പൈതലേ, ഒരു കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന അല്ലയോ പെൺകുട്ടി, ഓട്ടിസമായും ലേണിംഗ് ഡിസേബിലിറ്റി ആയും വളർച്ചയില്ലാത്ത കുഞ്ഞിനെ, പെടലിയുറയ്ക്കാത്ത കുഞ്ഞിനെ നെഞ്ചിലേറ്റിയ അല്ലയോ മാതാവേ, കണ്ണുകളടയ്ക്കാം. ആത്മാവായ ദൈവം, സങ്കീർത്തകൻ ഹൃദയം പൊട്ടി വിളിക്കുകയാണ്. ആത്മാവാം ദൈവമേ വരണേ, പടിയേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അകത്തൂന്ന് പടിയേ. ആത്മാവാം ദൈവമേ വരണേ, യേശുവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, കൈകളിങ്ങനെ വിരിച്ചു പിടിക്കുക, കുരിശിൽ കിടക്കുന്നത് പോലെ. നീറങ്ങി നീ വരണേ. Everyone ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. Amen, amen. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്താണ് പടിയേ? എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരു പുഞ്ചിരിയോടൊന്ന് പടിയേ. ആത്മാവാം ദൈവമേ വരണേ. നെഞ്ചിലിങ്ങനെ തൊട്ടിട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന പോലെ പാടിയേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്ക് അല്പം കൂടെ സ്വരമുയർത്തി ഒന്നുകൂടെ വിളിച്ചേ. ആത്മാവാം ദൈവമേ വരണേ. മുകളിലേക്ക് നോക്കണേ, എല്ലാവരും മുകളിലേക്ക് നോക്കി. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒന്നൂടെ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ ഉള്ളിൽ അത് സ്വർഗത്തിൽ നിന്ന് കടന്നു വരും. വരണേ. ആകാശവിധാനം തുറക്കട്ടെ. ആത്മാവാം ദൈവത്തിന്റെ ആത്മാവ് ഒഴുകട്ടെ. വരണേ. കർത്താവേ, ഇത് കൂടുവാനിരിക്കുന്ന എൻ്റെ ഉള്ളിൽ
എല്ലാ കുടുംബങ്ങളിലും വരണേ. ദൈവ സാന്നിധ്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹിച്ചു ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഒഴുകട്ടെ, വലിയ സാന്നിധ്യം ഒഴുകട്ടെ, കെട്ടുകൾ അങ്ങോട്ട് അഴിയട്ടെ, വലിയ കെട്ടുകൾ അഴിയട്ടെ, വലിയ സൗഖ്യം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ഈ വലതുകരം നെഞ്ചോടി ചേർത്ത് നമുക്കൊന്ന് കൂടെ പാടിയാലോ? എന്റെ ഉള്ളിൽ എല്ലാവരും ചേർന്ന് പാടിക്കേ. വലത് ഇങ്ങനെ മാറോടി ചേർത്ത് ചേർന്നൊന്ന് പാടിക്കേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സൃഷ്ടിയിൽ സകല സൃഷ്ടികളുടെയും മുകളിൽ ദൈവത്തിന്റെ വചനത്താൽ പരിവർത്തിച്ച വെള്ളത്തിന് മുകളിൽ വലിയ മേലാപ്പ് പോലെ കടന്നു വന്ന ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറന്ന അസ്ഥികളുടെ താഴ്വരയിൽ ജീവനേകിയ യേശുവിനെ മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം ചെയ്യിക്കുവാൻ പിന്നിൽ പ്രവർത്തിച്ച ലാസറേ പുറത്തു വരിക എന്ന വാക്കിന്റെ അകത്ത് ഒളിപ്പിച്ചിരുന്ന എൻ്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അസിസിയുടെ ഈ തിരുക്കുടുംബ ധ്യാനം ജീവിതങ്ങളെ മാറ്റിമറിക്കട്ടെ. വ്യക്തികൾ മാനസാന്തരത്തിലേക്ക് ഒഴുകട്ടെ. ചങ്ങലകൾ പൊട്ടുന്ന കിരികിര ശബ്ദം ഈ അസ്ഥികളുടെ താഴ്വരയിൽ ഉയരട്ടെ. മരിച്ച കുടുംബങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സകലതും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ചേർത്ത് വെച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും ഈ പരിശുദ്ധാത്മാവിനാൽ തകർന്ന സകല കുടുംബങ്ങളും വലതുവശത്ത് വലയിറക്കുന്ന ഒരു ജനമായി മാറണം എന്ന വലിയ ബോധ്യത്തോടുകൂടി അസിസി പ്രേറ്റയും ക്രൈസ്റ്റ് കൾച്ചറുമായി ചേർത്ത് വെച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ്റെ ആശീർവാദത്തിന് ശേഷം നമ്മൾ കടന്നു പോകുന്ന ഈ പ്രോഗ്രാം, ഞാനൊരു വാക്യം നിങ്ങളോട് പറയുന്നു. നിങ്ങളിത് 3 ദിവസം കേട്ടാൽ, ഈ ഒരു സർവീസിലേക്ക് കടന്നു വന്നാൽ, യു വിൽ നെവർ ബി ദ സെയിം. നിങ്ങൾ മാറിയിരിക്കും. പരിശുദ്ധാത്മാവിനാൽ മാറ്റാനാവാത്തതൊന്നും ഈ ലോകത്തില്ല. ദൈവത്തിന്റെ കരവിരുതിനെ വിട്ടു തന്നുകൊണ്ട് ആമേൻ പറഞ്ഞേ. ആമേൻ പറഞ്ഞേ. കേൾക്കത്തില്ല? ആമേൻ. തിരുക്കുടുംബ ധ്യാനം അതിന്റെ രൂപം അങ്ങ് സ്വീകരിക്കുകയാണ്. നിരവധി പേർ
തകർന്ന് തരിപ്പണമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം കൂടുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കേണ്ടവർ, ദൈവപദ്ധതി, എന്നാൽ അകലെയായിരിക്കുന്ന ഒരു ജനവും, അതോടൊപ്പം അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ജീവിത പങ്കാളിയെ ഓർത്ത് തകർന്നടിയുന്ന ഭാര്യയും ഭർത്താവും, അപ്പനില്ലാത്ത അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് തിരുക്കുടുംബ ധ്യാനത്തിൻ്റെ 1-ാം ദിവസം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മുറിവേറ്റതിനെ ദൈവം വെച്ച് കെട്ടും, ഒടിഞ്ഞതിനെ ദൈവം കൂട്ടിയോജിപ്പിക്കും, തകർന്നതിനെ ദൈവം തോളിലെടുക്കും. ആ ഗാഡ് ഈസ് ആൻ അമേസിംഗ് ഗാഡ്. ഒത്തിരി പേര് കൂടണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ് എങ്കിൽ, ആകർഷിക്കപ്പെട്ടതാണ് എങ്കിൽ നിങ്ങളെ ദൈവം തൊട്ടിരിക്കും. ഇനി പിതാവേ, ഈ ഭൂമി, ഈ സ്റ്റുഡിയോ, ഈ നിൽക്കുന്ന സ്ഥലം ടോട്ടലി ഡിഫറെൻ്റ് ആകട്ടെ. സ്പിരിച്വൽ നിരവധി മാലാകമാരും, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കൊരുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലും കൊണ്ടങ്ങ് നിറയട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യസ്വരമാകരുത്, ആവേശമല്ല, ശരീരമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമില്, യൂദയായില്, സമരിയയില്, ഈ കേരളത്തില്, ഈ ഇന്ത്യയില്, വിവിധ രാജ്യങ്ങളില് തകർന്നടിഞ്ഞ കുടുംബമേ, ദൈവം നിങ്ങളെ ശക്തി പ്രാപിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ വിളിക്കുന്നു. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പ്രിയ ജനമേ, തിരുക്കുടുംബ ധ്യാനത്തിൻ്റെ 1-ാം ദിവസം എന്ത് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധിയുടെ മുഹൂർത്തത്തിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു കുടുംബം ഫേസ് ചെയ്യുന്ന, നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചലഞ്ചസ് ഓഫ് ദ ഫാമിലീസ്, അവയെ എങ്ങനെ നേരിടാം എന്നതാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോവുക. പ്രിയ ദൈവജനമേ, സുഭാഷിതങ്ങൾ 24-ാം അധ്യായം, Proverbs chapter 24 verse 3 and 4, 3-4 വാക്യങ്ങൾ എഴുതി വെച്ചോണം. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അതുറപ്പിക്കപ്പെടുന്നു. അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുക, ബൈ വിസ്ഡം എ ഹൗസ് ഈസ് ബിൽറ്റ് and by understanding it is established. By knowledge the rooms are filled with all precious and pleasant riches. 3 കാര്യങ്ങൾ പ്രധാനമാണ്: വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്
ആൻഡ് നോളജ്. ജ്ഞാനം, തിരിച്ചറിവ്, വിവേകം, വിജ്ഞാനം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ചുമ്മാ ജസ്റ്റ് ഒരു കുടുംബത്തെ നമുക്ക് സമീപിക്കാനാവില്ല. ലോകം കണ്ട ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള ഒരു മെഷീൻ, അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിളായ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ മാത്രമേ കുടുംബത്തെ ഡീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. റോഡിൽ, വഴിയിൽ, ഒരു മോളിൽ, ഒരു കോളേജിൽ, ഒരു ക്ലാസ് റൂമിൽ എനിക്കിഷ്ടപ്പെട്ടതിനെ എന്നെ നെഞ്ചിലേറ്റുന്ന പ്രോസസ് അല്ല കുടുംബം എന്ന് പറയുക. ഇത് വെരി സീരിയസ് ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഏബ്രഹാം ആൻഡ് സേറ, ബൈബിളിൽ ഉൽപ്പത്തി 12-ാം അധ്യായം, എബ്രഹാമിനോട് ദൈവം എങ്ങനെയാണ് പറയുക? നേരിട്ട് അരുളി ചെയ്യുകയാണ്. കർത്താവ് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ബൈനോക്കുലർ വെച്ച് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ എണ്ണിയാൽ തീരാത്ത മണൽത്തരികൾ പോലുള്ള ഒരു വലിയ ജനതയാക്കും. നെക്സ്റ്റ് പോയിന്റ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുന്നവരെ കമാൻ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫാമിലി. കർത്താവ് കാണിച്ചു തരുന്ന ഒരു വലിയ ദേശമാണ് കുടുംബം. വളരെ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റാണ്. ശ്രദ്ധിച്ചോണേ. 2 പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. പോയിന്റ് നമ്പർ 1, ലോകം കണ്ട ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കുടുംബം എന്ന് പറയുക. ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. ഒരു യൂണിറ്റ്, ഒരു സൊസൈറ്റി, ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രി, ഡിഫറെന്റ് കൺട്രീസ്, ഗ്ലോബ്, ഹോൾ വേൾഡ് തുടങ്ങുന്നത് ഒരു കുടുംബം എന്ന വലിയ സത്യത്തിലാണ്. ജനസിസ് ഉൽപ്പത്തി 2:18 പറയുക, ദൈവം അരുളി ചെയ്തു നമ്മൾക്ക് ട്രിനിറ്റിയാണ് പറയുക, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒരുവനായിട്ടല്ല, സ്ത്രീയും പുരുഷനുമായിട്ട്. ബൈബിളിൽ 6 days ആണ് ക്രിയേഷൻ. ഫസ്റ്റ് ഡേ ദൈവം സൃഷ്ടിച്ചത് നല്ലതാണെന്ന് കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. അങ്ങനെ 5 ദിവസവും ഈ വാക്യമാണ് പറയുന്നത്, ദൈവം സൃഷ്ടിച്ചത് നല്ലതാണെന്ന് കണ്ടു. എന്നാൽ 6-ാം ദിവസം മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ദൈവം ഇങ്ങനെ ആ ഫാമിലിയെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞു, നന്നായിരിക്കുന്നു എന്നല്ല പറഞ്ഞേ, വളരെ നന്നായിരിക്കുന്നു. കമാൺ, വളരെ നന്നായിരിക്കുന്നു.
ലോകം കണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഏറ്റവും ലീസ്റ്റായ വ്യക്തികൾ, എന്തിന് ഇമ്മോറലി ഇല്ലീഗലി കടന്നു വരുന്ന കുട്ടികൾ പോലും ജനിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബമില്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ല. ദ ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു കുടുംബത്തിലുണ്ടായ ഒരു തകർച്ചയുണ്ടായാൽ അത് സൊസൈറ്റിയെ ബാധിക്കും. സൊസൈറ്റിയിൽ നിന്ന് അത് സ്റ്റേറ്റിനെ ബാധിക്കും. സ്റ്റേറ്റിൽ നിന്ന് അത് കൺട്രികളെ ബാധിക്കും. കൺട്രിയിൽ നിന്ന് ലോക രാജ്യങ്ങളെ ബാധിക്കും. ലോകത്തെ മുഴുവൻ ബാധിക്കും. ഒരു കാറ്റലിസ്റ്റ്, കെമിസ്ട്രിയിൽ പറയുന്ന ഒരു ഏജന്റാണ് ഫാമിലി എന്ന് പറയുക. കൾച്ചർ, സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നത്, ഉയരുന്നത്, പടരുന്നത് ഒരു കുടുംബത്തിലാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടോപ്പിക്. എങ്ങനെയാണോ സ്ത്രീത്വം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യേണ്ട ടോപ്പിക്കാണ് കുടുംബം. എന്നാൽ ലോകം ഇന്നിതിനെ ഇങ്ങനെ കാണുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്, ഇത് ദൈവത്തിൻ്റെ ഇമേജിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഭാര്യ, ഭർത്താവ്, ദൈവത്തിൻ്റെ ആത്മാവ്. ഫാമിലി ഈസ് എ യൂണിഫൈഡ്, യൂണിറ്റി പ്രൂസസ് എന്ന് ബൈബിള് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇതിൽ ആരൊക്കെയാണുള്ളത്? ഫോർഫാദേഴ്സ്, പൂർവ്വപിതാക്കന്മാർ, ഗ്രാൻഡ് പേരൻസ്, വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും, പേരൻസ്, മാതാപിതാക്കന്മാർ, ചിൽഡ്രൻസ്, കുട്ടികൾ, പിന്നെ ഞാൻ, പിന്നെ വരാൻ പോകുന്ന അടുത്ത തലമുറ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എവിടെയെങ്കിലും പണ്ട് നമ്മൾ പാമ്പും കോവണിയും കളിക്കും. പാമ്പിനെ ചാടിക്കടക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത് വിഴുങ്ങുന്നത് പോലെ താഴേക്ക് പതിക്കും. ഒരു ചെറിയ പ്രോബ്ലം ലൈഫിനെ തകർത്ത് കളയും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി എന്ന് പറയുക. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇതിൻ്റെ ആഴം. എന്താണ് ഇതിൻ്റെ പേർപ്പസ്? ഇതിൻ്റെ ഡിസൈൻ, ബ്ലൂ പ്രിന്റ് ദൈവത്തിൻ്റെതാ. ഇതിൻ്റെ പേർപ്പസ് ദൈവത്തിൻ്റെതാ. എന്താണ് പേർപ്പസ്? നെഞ്ചുവരിച്ച് പെറ്റുപെരുകി ഈ ലോകത്തെ കീഴടക്കണം. 3 ഏരിയ: ആകാശം, ഭൂമി, അണ്ടർനീത്ത്, വെള്ളം, പാതാളമൊക്കെ വരുന്ന എയർ, എർത്ത് ആൻഡ് വാട്ടർ. ഇത് 3ഉം കോൺകർ ചെയ്യുവാൻ, അവിടെയെല്ലാം അനുഗ്രഹമാകുവാൻ, നിന്നിലൂടെ നിന്റെ കുഞ്ഞിലേക്കും ആ കുഞ്ഞുങ്ങളിലൂടെ അടുത്ത തലമുറയിലേക്കും കർത്താവിൻ്റെ 2ാം വരവിൽ ഒരു വലിയ ജനത വലതുവശത്തൊരുങ്ങിയിരിക്കുവാൻ വേണ്ടി ചെമ്മരിയാടുകളെപ്പോലെ, കുഞ്ഞാടുകളെപ്പോലെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അപ്പനും അമ്മയും കോളറൊക്കെ ഉയർത്തി സ്വീകരിക്കേണ്ട വലിയ പേർപ്പസാണ് അപ്പനാവുക, അമ്മയാവുക. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയെന്നാണ് സഭയെക്കുറിച്ച് പറയുക. സഭയുടെ അടിസ്ഥാനം കുടുംബമാണ്, ഗാർഹിക സഭ എന്നാണ് പറയുക. ഞാനിതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുക. നമ്മുടെ നാട്ടിൽ ഒരു മാവേലും ആരും കല്ലെറിയില്ല മാങ്ങയില്ലെങ്കിൽ. മാങ്ങയില്ലാതെ കല്ലെറിയുന്നുണ്ടെങ്കിൽ മെൻ്റലി ഇൻസൈനാണ്, എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ട്. മാങ്ങയുണ്ടെങ്കിൽ ഉറപ്പായി അതിനെ കല്ലെറിയും. വിളി കൂടുന്നതനുസരിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന അറ്റാക്ക് കൂടിക്കൊണ്ടേയിരിക്കും. വാല്യുബിളാണെങ്കിൽ കള്ളൻ മോഷ്ടിക്കും, കൊല്ലും, നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ
ലോകത്ത് ആറ്റം ബോംബിടുന്നത് ഹിരോഷിമ നാഗസാക്കിയിലായിരിക്കില്ല. ലോകത്ത് വേൾഡ് വാർ കടന്നു വരിക ഫസ്റ്റോ സെക്കൻഡോ ആയിരിക്കില്ല. ലോകത്ത് വേൾഡ് വാറും ആറ്റം ബോംബും കെമിക്കൽ റിയാക്ഷൻസും ബയോ വെപ്പൺസും ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പിരിച്വലി അത് അറ്റാക്ക് ചെയ്യുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഘടകം എന്ന് പറയുക കുടുംബമാണ്. നിങ്ങളുടെ കുടുംബം പ്രോബ്ലത്തിലാണോ? ഒറ്റയ്ക്കാണോ? ഫൈനാൻഷ്യൽ ബോർഡനിലാണോ? തകർച്ചയിലാണോ? കാലങ്ങളായി ഗ്രോത്ത് ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? യു ആർ അണ്ടർ അറ്റാക്ക്. നിങ്ങൾ അറ്റാക്കായിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ മാവിൽ മാങ്ങയുണ്ട്. നിങ്ങൾ വിളിയുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തതാണ്. യു ആർ എ ചോസൺ ഫാമിലി. തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് എന്ന് 1 Peter 2:9 പറയുന്നത് നിങ്ങളുടെ വിളിയാണ്. ഡിവോഴ്സ് വരും, ക്യാൻസർ ഇങ്ങനെ പൊളയ്ക്കും. എന്തിന്? മരണം സ്ട്രെയിറ്റ് ഫേസ് ടു ഫേസ് കൊണ്ടുവരും. അതിന് കാരണം എൻ്റെയോ നിൻ്റെയോ സ്വഭാവ വൈചിത്ര്യമല്ല. നീ നിൽക്കുന്ന ആ വലിയ സ്റ്റേജ്, റലം, അവസ്ഥ കുടുംബമാണ്. എഫേഷ്യൻസ് 6:12 പറയുക, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഭർത്താവിനോ ഭാര്യയ്ക്കോ മദ്യപാനത്തിനോ ഡ്രഗ്സിനോ കൾച്ചറിനോ ഇൻലോസിനെതിരെ ഒന്നുമല്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ജഡത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. അന്ധകാര ലോകത്തിലെ അധിപന്മാർ, തിന്മയുടെ ദുരാത്മാക്കൾ, അധികാരവർഗം. നിങ്ങളുടെ കുടുംബം സെറ്റ് ചെയ്ത ഭൂമി അണ്ടർ കൺട്രോൾ ഓഫ് സൈറ്റൻ ആണെങ്കിൽ നിങ്ങൾ അറ്റാക്ഡ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ കാശ്മീർ അതിർത്തിയിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ബോംബർ വിമാനങ്ങളും ബോംബുകളും നിങ്ങളുടെ രാജ്യത്തെ കീഴടക്കുവാൻ കടന്നു വരും. ഇസ്രായേൽ പലസ്തീൻ പോലെ, വെസ്റ്റ് ബാങ്ക് ഏരിയാസ് പോലെ ബോർഡർ ലൈൻ എപ്പോഴും അറ്റാക്ഡ് ആയിരിക്കും. ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ, ഒരു കുടുംബം ബോർഡർ ലൈനാണ്. നിങ്ങൾ യുദ്ധത്തിലാണ്, യുദ്ധത്തിൻ്റെ തണലില്ല, നോക്കുമ്പോൾ ഒന്നും കാണില്ല. യു ആർ അണ്ടർ അറ്റാക്ക്. ഇനി ശ്രദ്ധിച്ച് കേട്ടോ, ഇതിന് സൊല്യൂഷൻ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ സൊല്യൂഷൻ ദൈവത്തോടൊപ്പമാണെങ്കിൽ വിജയം ഉറപ്പാണ്. ബൈബിള് ഈ ഡെഫിനിഷനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. സെന്റ് ചാർബൽ എന്ന് പറയുന്ന ഒരു സെയിന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു വേർഡ് ഇങ്ങനെയാണ് നൽകിയത്: ദ ഫാമിലി ഈസ് ദ ബേസിസ് ഇൻ ദ ലോർഡ്സ് പ്ലാൻ ആൻഡ് ഓൾ ദ ഫോഴ്സസ് ഓഫ് ഈവിൾ എയിം ടു ഡിമോളിഷ് ഇറ്റ്. Uphold your families and guard them against the grudges of the evil, won by the presence of God. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ബേസിക് ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് കുടുംബം. അത് സൈറ്റൻ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ സൈറ്റനെ കോൺക്വർ ചെയ്താൽ നിങ്ങൾക്ക് ലോകത്തെ കീഴ്മേൽ മറിക്കാം. ജെഇ തോറ്റതല്ല കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാത്തത്, നീറ്റ് പെർഫോമൻസ് ചെയ്യാത്തത് കൊണ്ടല്ല കുഞ്ഞിന് അഡ്മിഷൻ കിട്ടാത്തത്, വീട്ടിൽ കടബാധ്യത കൊണ്ടല്ല വീട് പണിയാത്തത്, ബാങ്ക് നിങ്ങളുടെ മേൽ പിടിമുറുക്കിയത് കൊണ്ടല്ല നിങ്ങൾ വീണുപോയത്. ബാക്കിലേക്ക് നോക്കണം. സ്പിരിച്വൽ എലമെന്റ് ബാക്ക്. കള്ളൻ,
ഹൃദയവാതിക്കൽ മുട്ടത്തില്ല, തുറന്നു കയറത്തേ ഉള്ളൂ, ഇടിച്ചു കയറത്തേ ഉള്ളൂ. എന്നാൽ 3:20 വെളിപാട്, ഇതാ ഐ ആം നോക്കിംഗ് അറ്റ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്. ജെന്റിൽമാനായ ഒരു ദൈവമുണ്ട്, നെഞ്ചും കൂട് തുറന്ന് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നതിന് തയ്യാറെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും. അറ്റാക്ക് എവിടെയൊക്കെ വരും? 2 പ്രധാനപ്പെട്ട സ്ട്രക്ചറിലാണ് സൈറ്റൻ അറ്റാക്ക് ചെയ്യുക. പോയിന്റ് നമ്പർ 1, ഫാമിലി, കുടുംബം എന്നതിൻ്റെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ സൈറ്റൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഡിവൈഡ് ആൻഡ് സെറ്റിൽ. ഡിവൈഡ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അതൊരു സൈഡ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കും. അടുത്ത് വരുന്ന ഹാഫ് ആൻ അവർ എങ്ങനെയാണത് ഇത് അറ്റാക്ക് ചെയ്തതെന്ന് കാണാൻ പോകുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനം 127 കാണാതെ പഠിക്കേണ്ട 5 വാക്യങ്ങളാണ്. അതിന് തൊട്ടു മുമ്പ് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. പ്രധാനപ്പെട്ട ഒരു കുടുംബത്തെ അറ്റാക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണുകൾ തുറക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ മഹാമാരിയുടെ കാലഘട്ടങ്ങളിൽ പാൻഡമിക് സിറ്റുവേഷൻസ് തുടങ്ങിയതോടുകൂടി ലോകത്തിൻ്റെ ഗതി മാറി മറിഞ്ഞു. റീസെൻ്റ്ലി യുനിസെഫ് ആൻഡ് യുണൈറ്റഡ് നേഷൻസ്, UNO, അതോടൊപ്പം ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് ഒക്കെ കഴിഞ്ഞൊരു 1 year ആയിട്ട് നമ്പർ ഓഫ് സർവേസും സ്റ്റഡീസും നടക്കുകയാണ്. എന്താണ് വേൾഡിന് സംഭവിച്ചു കൊണ്ടിരിക്കുക? പോപ്പുലേഷൻ ബേസ്ഡ് സർവേ. ഈ സർവേയിൽ കണ്ടെത്തിയ കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് റീസൺസ് ആണ്. ഫൈൻഡ് ഔട്ട് ചെയ്ത റീസൺസിനെ ബേസ് ചെയ്ത് ഇന്ന് തിരുക്കുടുംബ ധ്യാനം ചില കാര്യങ്ങളെടുത്ത് മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ബൈബിൾ എടുത്ത് വെച്ചോ. വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. 6 പ്രധാനപ്പെട്ട റീസൺസ് ആണ് ഞാൻ എടുക്കുക. പ്രധാനപ്പെട്ട 6 റീസൺസ്. 6 ദിവസത്തെ സൃഷ്ടി പോലെ 6 പ്രധാനപ്പെട്ട റീസൺസ്. 7ാമത്തേത് ഞാൻ സൊല്യൂഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. 7 പ്രധാനപ്പെട്ട പോയിൻ്റാണ് എനിക്ക് നെക്സ്റ്റ് പോർഷനിൽ തീർക്കുവാനുള്ളത്. നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. ഈ തിരുക്കുടുംബ ധ്യാനം പെട്ടെന്നൊരു ദിവസം ഷെക്കിന ടെലിവിഷനും അസിസി പ്രയർ ടീമൂടെ കൂടിയെടുത്തൊരു തീരുമാനമൊന്നും അല്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയും നിരവധി പേർ ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചും കുർബാനയിൽ സമർപ്പിച്ചുമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ എടുക്കാനിരുന്ന ടോപ്പിക് 1 ഹോളി സ്പിരിറ്റിന് മുമ്പിൽ ചെന്നപ്പോൾ ദൈവം ആവശ്യപ്പെട്ടത് മറ്റൊന്ന്. അതുകൊണ്ട് സങ്കീർത്തനം 127 പ്രധാനം. 2 കാര്യങ്ങൾ ഒരു സിസറിൻ്റെ 2 വശങ്ങൾ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 1, നിങ്ങളുടെ കുടുംബം അറ്റാക്ക് ചെയ്യുന്നു. 2, നിങ്ങളുടെ തലമുറയെ അറ്റാക്ക് ചെയ്യുന്നു. മരണം പോലും കടന്നു വരാം നിങ്ങൾ ആഗ്രഹിക്കാത്ത സമയം. പ്രിയപ്പെട്ട ദൈവജനമേ, മുന്നോട്ട് പോകുകയാണ്. 127 സങ്കീർത്തനം എടുത്തു വെച്ച് 6 പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് കർത്താവിൻ്റെ വലിയ കൃപയാൽ. ദൈവം ഏതെല്ലാം മേഖലയിലാണ് അറ്റാക്ക് ചെയ്യുന്ന മേഖലകൾക്ക് സൊല്യൂഷൻ തരിക എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ശ്രമിക്കാം.
127 സങ്കീർത്തനം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? അടിത്തറ കെട്ടി കട്ടകൾ വെച്ച് സിമൻറ്റ് തേച്ച് പണിയുന്ന വാർക്കപ്പരയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെരയുടെ ഒരു വലിയ സാധ്യതയാണ് നമ്മൾ പറയുക. നോ, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. ഏറ്റവും നല്ല ഗൂർക്കയായിരിക്കും നിങ്ങളുടെ വീടിന് പുറത്ത് നിൽക്കുക. നേപ്പാളോ മറ്റ് രാജ്യങ്ങളോ കത്തി ഉറയിലിടാത്ത ഒരു ജനമൊക്കെ ആയിരിക്കാം നിൽക്കുന്നത്. നോവേ, വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അതിരാവിലെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും അപ്പൻ. രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടന്നുറങ്ങുന്ന അമ്മയും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കേട്ടോണേ, നമ്മൾ വലുതൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ വലിയ കാവലും വലിയ വീട് പണിയും ഒന്നിൻ്റെ ആവശ്യമില്ല. അടുത്ത കേട്ടോണേ, 3-ാം വാക്യം കേട്ടോ. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കിട്ടും. ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഉദരബലം ഒരു സമ്മാനമാണ്. എന്താ വചനം നോക്കിയേ. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരില്ല. 127 സങ്കീർത്തനം ദാവീദ് അനുഭവങ്ങൾ കൊണ്ട് എഴുതിയതാണ്. ഇത് എഴുതിയത് സാധാ ഒരു വ്യക്തിയൊന്നുമല്ല. രാജാവാണ്. ജ്ഞാനിയായ സോളമനുണ്ട്. ജീവിതത്തിൽ കുടുംബം തകർത്തെറിഞ്ഞ ഒരു ചെറിയ കണ്ണിലുണ്ടായ പാപത്തിൽ നിന്ന് 127 സങ്കീർത്തനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയത് കുടുംബം എന്ന വലിയ സത്യം മാത്രമാണ്. ആ വലിയ ബോധ്യത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. യുണിസെഫും യുഎൻഒയും ഒക്കെ ചേർത്ത് വെച്ച സർവേ ബേസ് ചെയ്ത് സ്പിരിച്വലി തിരുക്കുടുംബ ധ്യാനം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചോദിച്ചും പഠിച്ചുമാണ് വന്നത്. വളരെ നിസ്സാരമായി നിങ്ങളിതിനെ കാണരുത്. പോയിന്റ് നമ്പർ 1, സൈറ്റൻ അറ്റാക്ക് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ഏതായിരിക്കും? ഒന്നാമത്തെ മെത്തഡോളജി സെപ്പറേഷൻ ആൻഡ് ഡിവോഴ്സ്. ഒരുമിച്ചൊരു കുരയുടെ കീഴിൽ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവിനപ്പുറം ഹൃദയങ്ങൾ സെപ്പറേറ്റഡായ ഒരു ജനം സെപ്പറേഷനിൽ കടന്നു വരുന്നു. ഡിവോഴ്സ് കോടതിയിൽ വിധി കൽപ്പിച്ച് രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞിറങ്ങി വരുന്നതല്ല ഡിവോഴ്സ്. ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നാണോ ഒരുമിച്ച് ചായ കുടിക്കുവാൻ മടി കാണിക്കുന്ന സമയം തൊട്ട് ഡിവോഴ്സ് തുടങ്ങി. അറ്റാക്ക്. ചെറിയൊരു ഫോൺ കോൾ, ഒരു വാട്സപ്പ് മെസ്സേജ്, അമ്മയുടെ ഫാദർലോയുടെ മദർലോയുടെ ഡിവിഷൻ്റെ ഭാഗോടമ്പടിയുടെ ചില വാക്യങ്ങൾ, ഒരു ദേഷ്യം ഒക്കെ ഒരു ചായ കുടി നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് റീസണാണ്. 2020 കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഡിവോഴ്സ് ഇയറാണ്. കൊച്ചി കോടതിയിൽ 3000-ലേറെ കേസുകൾ ലീഗലി ഫയൽ ചെയ്തു. ഇത് ലീഗലി ഫയൽ ചെയ്തത് മാത്രമാണ് ഈ പറയുന്ന സർവേ. 3000-ലേറെ. ആദ്യമായിട്ടാണ് 3000 കടക്കുക. കൊച്ചി കോടതിയിൽ തന്നെ 1 മണിക്കൂറിൽ 5 കേസുകൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഫയൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അഡ്വക്കേറ്റ്സിൻ്റെ പേപ്പർ ഉൾപ്പെടെ. കഴിഞ്ഞ നാളുകളിൽ നിയമസഭയിൽ
കേരള ചീഫ് മിനിസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് നടക്കുന്നു ട്രിവാൻഡ്രം, തിരുവനന്തപുരം. ശ്രദ്ധിച്ചോ? സ്പിരിച്വലി ഞങ്ങൾ ഈ മിഷൻ ഒത്തിരിയേറെ കുടുംബങ്ങളെ കണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. 10 കുടുംബം എടുത്താൽ 10 ബ്രോക്കണാണ്. അതാണ് സർവേ പറയുക. 7 out of 10 families are broken. എന്താണ് സംഭവിക്കുക?